ഒരു കുറവുമില്ലല്ലോ. ഇജാ വിക്സ് എടുത്തോന്ന് തേച്ച് നല്ലോണം 10 റെസ്റ്റ് എടുത്തോക്ക്. അപ്പൊ എന്റെ വേദനയൊക്കെ താനെ മാറിക്കോളും. ഇത് റെസ്റ്റ് എടുത്താലൊന്നും മാറും തോന്നണില്ല. എത്ര ദിവസമായിക്കണു തുടങ്ങിയിട്ട്, ഒരാൾക്കും തോന്നണില്ലല്ലോ. ആരാ വന്നത് അവരെ? പോയോക്കാണേ. ആ ഇമ്മയാണല്ലോ. എത്തട വാതിൽ തുറക്കാത്തതേ? എവിടേക്കേറ്റ നിങ്ങൾ പോയിക്കണത്? ഇടി നീക്ക് വേഗം. ഇമ്മയാണ്. അതിനിപ്പോ ഞാൻ എങ്ങനെ നീക്കോ? നിങ്ങൾ ഇമ്മാനോട് പറഞ്ഞല്ലേ എനിക്ക് തല വരുത്തായിട്ട് കണ്ണുറക്കാൻ പറ്റണില്ലാന്ന്. ഓ എന്താടാ വാതിൽ തുറക്കാത്തത്? ഓളെന്തേ? അത് ഓക്ക് ഭയങ്കര തലവേദനയാണ്, കിടക്കാണ്. ശരി, എനിക്ക് തലക്കല്ല കുഴപ്പം, കാലിനല്ലല്ലോ. ഇമ്മ വന്ന് കണ്ടില്ലേ? ഇമ്മ എന്ന് ബഹുമാനിച്ചൂടെ എനക്ക്? വേഞ്ചില്ലേ ഇമ്മാൻ്റെ അടുത്തേക്ക്. അനക്കിപ്പ എന്തേ തലവേദന? ഓൻ പറഞ്ഞു ഇജ് കടക്കരിക്ക എത്താച്ച കാട്ടിക്കോ, ഞാൻ വന്നു നേരത്തെ നീക്കൊന്നും വേണ്ട. അത് സാരല്ലമ്മ, ഞാൻ അമ്മക്ക് കുടിക്കാൻ എന്തേലും എടുക്ക. ഇപ്പൊ എങ്ങനുണ്ട്? നിങ്ങള് കരുതും പോലെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഇമ്മ എന്നോട് പോയിട്ടേ കിടക്കാനാ പറഞ്ഞിക്കണത്. നിങ്ങൾക്കാണ് സ്നേഹം പറഞ്ഞ സാധനം അല്ലാത്തത്. ഓ ആയിക്കോട്ടെ, ഈ ജിമ്മാക്കുള്ള വെള്ളം എടുക്കാതെ. ആ ഇമ്മ ഇരിക്കി. ആ ഇമ്മ, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ പറയ്. ആ അവിടെ എന്ത് വിശേഷം? വിശേഷമൊക്കെ ഇവിടെ അല്ലേ. ചെറിയ മകനല്ലേന്ന് കരുതിയാ നിക്കണോടത്തൊരു സമാധാനം അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നത്. ഇവിടെ വരുമ്പോഴോ, ഇവിടെ ഉള്ളവൾക്ക് ആ വല്ല വിചാരം ഉണ്ടോ? സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാലേ ആരാ? വല്ല ബഹുമാനം വിചാരം ഉണ്ടോ എൻ്റെ ഭാര്യക്ക്? എൻ്റെ ഒപ്പേ കുഞ്ഞുട്ടി മക്കളും കൂടി പോരാ നിൽക്കേനു. എന്തോ ഭാഗ്യത്തിന് പോന്നില്ല. പോന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടുത്തെ കോലം? ഓർക്കാനും കൂടി വെച്ച പിന്നെ അത് മതി പറഞ്ഞോണ്ട് കിടക്കാൻ. അല്ല, ഓൾക്ക് ഇന്നോട് മാത്രമല്ലോ ഈ കാട്ടല്? എന്നോടും ഇങ്ങനെ തന്നെ ഒരു ബഹുമാനമൊന്നും ഇല്ലാതെ? എന്താ ചായ? ഇമ്മ ഇന്ന് പോകൂലല്ലോ, കുറച്ച് ദിവസം ഉണ്ടാവില്ല ഇവിടെ? ആ നോക്കട്ടെ, ചിലപ്പോൾ വൈകുന്നേരത്തിന് തന്നെ പോകണം. മക്കള് ചെല്ലാൻ പറഞ്ഞിക്കണേ.
എൻ്റെ പെരുമാറ്റം ഇമ്മാക്ക് തീരെ പിടിച്ചിട്ടില്ല. ഇമ്മ അവിടെ നിൽക്കാൻ കണക്കാക്കി വന്നതാവും. ഒക്കെ എൻ്റെ കാരണമാണ്. ഇമ്മ വന്ന് കയറിയപ്പോഴെങ്കിലും കണക്കൊന്ന് നീച്ച് വരുന്നു. അതെനിക്ക് തീരെ വജ്ജാഞ്ഞിട്ടല്ലേ. ഇനി പോയി ഇമ്മാനോട് സോറി പറയണോ? ഓ ഒരു സോറി. എൻ്റെ കാലഘട്ടമല്ലേടി ഇമ്മേൻ്റെത്. എന്തിരുത്താടിത്? ഇമ്മല്ലേ ഇവിടെ? ഇമ്മ കാണൂലേ? ആ കാലം നിറക്കിച്ചൂടെ അവിടുന്ന്? ഇമ്മ അപ്പുറത്തല്ലേ, ഞാൻ ഇവിടെ അല്ലേ. എടി ഇതൊന്നും ഇമ്മക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അറിയില്ലേ? ഇമ്മ പോണ വരെങ്കിൽ അനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൂടെ, വെറുതെ പറയിപ്പിക്കാതെ? ഇങ്ങക്കൊക്കെ എന്താ പ്രശ്നം സത്യത്തില്? ഒന്ന് നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, ഒന്ന് മുണ്ടാൻ പാടില്ല. ഇതൊക്കെ എന്തൊക്കെയാ നടക്കണത്? എന്താടാ ഇവിടെ? എന്തൊരു ഒച്ചയാണ് ഇവിടെ? അന്നോടൊരു കാര്യം പറഞ്ഞ കരുതി നിൽക്കുന്നു ഞാന്. ഓനേക്കാളും ഒച്ചലയാണല്ലോ എൻ്റെ ഒച്ച പൊന്തണത്. ഓൻ എന്നെ കെട്ടിക്കൊടുന്നവനല്ലേ. ഓൻ എന്തൊക്കെ പറഞ്ഞാലും ഓൻ്റെ ഒച്ചേന്റെ മേലെ എൻ്റെ ഒച്ച പൊന്താൻ പാടില്ല. ഇതൊക്കെ പെരേന്ന് പഠിച്ചു വരേണ്ട ശീലങ്ങളാ. എന്താടി ഇതൊക്കെ? ഇമ്മാനെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കാൻ നിൽക്കണേ? സ്വന്തം പെരത്തെ സ്വഭാവം നിന്നിട്ടല്ലേ? ഇമ്മക്ക് കഞ്ഞെടുക്കട്ടെ? നേരെ അയക്കണല്ലോ. ആ അധികം പറ്റിടണ്ട കേട്ടോ. ആ വെള്ളം മതി, ചൂടല്ലേ. അല്ല ഓനെന്തേ? അപ്പൊ ഓന് ചോറ് തിന്നാനായില്ലേ? ഇപ്പൊ വരാ, ഇജ്ജ് തിന്നോന്ന് പറഞ്ഞു. ആ അത് ശരി. അപ്പൊ ഇതന്നെയാണ് ഇവിടുത്തെ അന്നത്തെ ശീലം. ആണുങ്ങൾ തിന്നിട്ട് വേണ്ടേ പെണ്ണുങ്ങൾ തിന്നാന്? എന്റെ അമ്മായിമ്മയൊക്കെ 3-4 ആണുങ്ങളുള്ള പെരയില് ആണുങ്ങൾക്ക് വിളമ്പി കൊടുത്ത് തിന്ന് പാത്രം കഴുകി വെച്ചിട്ട് പെണ്ണുങ്ങൾക്കുള്ള വിളമ്പുള്ളൂ. ഇതൊന്നും ഓൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഓൻ ചിലപ്പോ പറയാഞ്ഞിട്ടാകും ഇതൊക്കെ അറിഞ്ഞ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട്. അതാണ് ഇവിടുത്തെ ശീലങ്ങള്, അത് മറക്കണ്ട. ഫസിയേ, എടി ഫസിയേ. എന്താടി ഇജ് പറഞ്ഞില്ലടി ഇന്നും? ഇന്നലെ എനിക്ക് കൊടുക്കുന്ന തലവേദന എന്നല്ലോ. ഇനി എന്ത് ഞാൻ പറയണ്ട്? ഇച്ചില്ലാത്ത രസമല്ലേടി? ഒന്ന് പോടി. ഞാൻ ഇന്നോടി വരുന്നില്ല. ഇവിടെ ഇക്കാനുമ്മ വന്നിക്കണ്. അതിനെന്താടി? അപ്പൊ വീട്ടിലെ ആളായില്ലേ, പിന്നെന്താടി? ഇജ് വരണ്ട. ഇജ് ഇവിടെ എല്ലാരും നോക്കി ഇങ്ങനെ ഇന്ന് കാലം കഴിച്ചോ. ഞങ്ങൾ എല്ലാരും പോകണേ. ഇന്നും കൂടി ഇങ്ങള് പോയിട്ട് വാ. അത് കൊഴപ്പല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ. ഓ പിന്നെ ഇജ്ജ് വരുന്നുണ്ട് അങ്ങോട്ട്? എന്നാ ശരി വിട്ടോ. എന്ത് ചെറിയ കളിയടി ഇത്? ഇമ്മല്ലേ അവിടെ? ഇമ്മാന്റെ മുല്ലാണ് എൻ്റെ അയിഞ്ഞാട്ടോ. ഒന്ന് പതുക്കെ പറഞ്ഞോട്ടെ കണക്ക്. ഇമ്മ കേക്കൂലേ? ഞാനിപ്പോ എത്താ മാണ്ടത്? സത്യമായിട്ടും സത്യം പറഞ്ഞ ഞാൻ ആകെ ജയിലിലായ പോലെ അയക്കണ്. ഒന്നും മുണ്ടാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല.
എന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാനും കൂടി പാടില്ല. ഇതൊക്കെ എവിടുത്തെ നിബന്ധനയാണ്? കെട്ടിച്ചു വിട്ടിക്കണമെങ്കിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തെ കാലത്ത്. എടി ഇമ്മാന്റെ ചിട്ടക്കനുസരിച്ച് ജീവിച്ചാൽ മതി ഇവിടെ. അതാണ് ഇവിടെ എല്ലാവർക്കും ശീലം. ആർക്കെല്ലാവർക്കും? ഇന്നെ കൊണ്ട് പറ്റൂല. കൊറേ നേരായിട്ട് കേക്കണ് കൊറേ പഴഞ്ച ശീലങ്ങള്. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റുന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഇമ്മ വരുന്നതിനും നിക്കണേനും ഒക്കെ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇമാതിരി ചിട്ടയും കൊണ്ട് നടന്നാല് എനിക്കത് താങ്ങാൻ കഴിയൂല. ഈ ചിട്ടകളൊക്കെ ഏത് കാലത്തുള്ളതാ? ഇങ്ങളും അധികം ഒന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇങ്ങള് കണ്ടതല്ലേ ഇമ്മ വന്നതിന് ശേഷം ഈ പേരയില് വല്ല ചിരിയും വർത്താനം ഉണ്ടായിക്കണോ? ഈ ചിട്ടക്കൊന്നും ഇപ്പത്തെ കാലത്ത് ആരും കിട്ടൂല. ഇങ്ങളായിട്ട് ഇമ്മാനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞിക്കണെങ്കിൽ ഇമ്മാക്കത് താങ്ങാൻ പറ്റൂല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞിക്കണത്. ഇമ്മ നിങ്ങളെ വർത്താനൊക്കെ കേട്ടു. ഓള് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഇമ്മാൻ്റെ അടുത്താ പയച്ചിക്കണത്. ഇമ്മാൻ്റെ പഴഞ്ച രീതികൾ ഇമ്മ എപ്പോഴും വിട്ടിട്ടില്ല. അത് ശീലിച്ചിട്ട് കൊല്ലങ്ങളായിക്കണ്. ഇങ്ങളെ രീതിക്ക് തന്നെ ജീവിച്ചു പോകണം നല്ലത്. അവിടെ ഇപ്പം സന്തോഷം ഉണ്ടാവുകയുള്ളൂ.